മലേഷ്യൻ സന്ദർശകരുടെ പ്രധാന ആകർഷണ കേന്ദ്രമാണ് പെട്രോണാസ് ടവറും KL ടവറും. പെട്രോണാസ് ടവറിനെ കുറിച്ചുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഇതിനു മുമ്പ് സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. മലേഷ്യയുടെ ലാൻഡ്മാർക്ക് ഐക്കണുകളിൽ പ്രധാനപ്പെട്ട ഒരു കാഴ്ച തന്നെയാണ് KL ടവർ. KL ടവറിന്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള 7ാമത്തെ ടവറാണ് KL ടവർ. ഇതിൻ്റെ ഉയരം 421 മീറ്റർ ആണ്. 1991 ഒക്ടോബർ 1 അന്നത്തെ പ്രധാനമന്ത്രി മഹാതിർ മുഹമ്മദാണ് ടവറിൻ്റെ ഔദ്യോഗിക തറക്കല്ലിടൽ നടത്തിയത്. 3 ഘട്ടങ്ങളുള്ള പ്രക്രിയയായിരുന്നു ഇതിൻ്റെ നിർമ്മാണം. ജലാൻ ബുക്കിറ്റ് നാനാസിന്റെ വീതി കൂട്ടലും നിർമ്മാണ സ്ഥലത്ത് നിന്ന് മണ്ണ് ഖനനവുമായിരുന്നു ആദ്യഘട്ടം. ഈ ഘട്ടം 1992 ഓഗസ്റ്റ് 1 പൂർത്തിയായി. 92 ജൂലൈ 1 രണ്ടാം ഘട്ടം ടവറിന്റെ അടിത്തറയുടെ നിർമ്മാണത്തോടെ ആരംഭിച്ചു. ഏകദേശം 50,000 ക്യൂബിക് മീറ്റർ കോൺക്രീറ്റ് 31 മണിക്കൂർ തുടർച്ചയായി ഒഴിച്ച് മലേഷ്യൻ നിർമ്മാണ വ്യവസായത്തിൽ ഒരു റെക്കോർഡ് സ്ഥാപിച്ചു. പൈലിംഗ് ആവശ്യമില്ലാത്ത അടിത്തറ പണി 1993 ഏപ്രിൽ 1 പൂർത്തിയായി. മൂന്നാം ഘട്ടം 1994 മെയ് മാസത്തിൽ ആരംഭിച്ച സൂപ്പർ സ്ട്രക്ചറിന്റെ നിർമ്മാണമായിരുന്നു. ടവർ ഷാഫ്റ്റ് പിന്നീട് ടവർ ഹെഡ് സ്ഥാപിച്ചാണ് ടവറിന്റെ നിർമ്മാണം ആരംഭിച്ചത്. ടവർ ഹെഡിൽ അവസാന മിനുക്കുപണികൾ പ്രയോഗിച്ചതോടെ ടൂറിസ്റ്റ് കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിക്കുകയായിരുന്നു. ഓൺലൈനായി ടിക്കറ്റ് എടുത്ത ശേഷം മുകളിലേക്ക് പോകാനുള്ളവരുടെ തിരക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 രീതിയിലുള്ള ടിക്കറ്റ് പാക്കേജുകളാണ് ഇവിടെയുള്ളത്. 50 റിങ്കിറ്റിനും 90 റിങ്കിറ്റിനും ടിക്കറ്റുകൾ ഇവിടെ നമുക്ക് ലഭിക്കും. 90 റിങ്കിറ്റിൻ്റെ ടിക്കറ്റ് എടുത്താൽ സ്കൈ ഡക്കിൽ നിന്ന് മനോഹരമായ കോലാലംപൂരിൻ്റെ കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാം. ഞങ്ങളെത്തിയ സമയം തിരക്ക് നല്ല കുറവാണ്. എന്നാൽ പിന്നീടത് വർദ്ധിക്കുകയായിരുന്നു. സുരക്ഷാ പരിശോധനകൾക്ക് ശേഷം ഒരു ലിഫ്റ്റിൽ കയറിയാണ് നമ്മൾ മുകളിലോട്ട് പോകുന്നത്. കോലാലംപൂർ സിറ്റിയുടെ ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും KL ടവറിനെ കാണാനാകും. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു കുഴൽ പോലെ തോന്നുമെങ്കിലും ഇതിനടുത്ത് വരുമ്പോഴാണ് ഇതിലെ അത്ഭുതങ്ങളെക്കുറിച്ചറിയുന്നത്. ഗ്രൗണ്ട് ഫ്ലോർ വിശാലമായ ഒരു കെട്ടിടം തന്നെയാണ്. ടിക്കറ്റ് കൗണ്ടറുകളും ഫുഡ് കൗണ്ടറുകളും ഇവിടെയുണ്ട്. ഇവിടെ നിന്നാണ് ലിഫ്റ്റിൽ നമ്മൾ മുകളിലോട്ട് പോകുന്നത്. ഒരേ സമയം 2 ലിഫ്റ്റുകളിലായി നിരവധി പേരെയാണ് മുകളിലേക്ക് കടത്തിവിടുന്നത്. ലിഫ്റ്റിൽ കയറിയാൽ നിമിഷ നേരം കൊണ്ട് തന്നെ നമ്മൾ മുകളിലെത്തും. മുകളിലെ നിലയിലെ പ്രധാന ലോബി ഭീമാകാരമായ വജ്രങ്ങൾ പോലെ തിളങ്ങുന്ന അതിമനോഹരമായ ഗ്ലാസ് പൊതിഞ്ഞ താഴികക്കുടങ്ങളാൽ അലങ്കരിച്ചിരിക്കുകയാണ്. ഈ താഴികക്കുടങ്ങൾ ഇസ്ഫഹാനിൽ നിന്നുള്ള ഇറാനിയൻ കരകൗശല വിദഗ്ധർ മുഖർണകളുടെ രൂപത്തിൽ രൂപകൽപ്പന ചെയ്യുകയും ക്രമീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ലിഫ്റ്റ് തുറന്ന് മുകളിലെത്തിയിരിക്കുകയാണ് നമ്മൾ. മനോഹരമായ കാഴ്ചയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. കോലാലംപൂർ സിറ്റിയുടെ മുഴുവൻ വശങ്ങളും ഇവിടെ നിന്നാൽ കാണാൻ കഴിയും. ആദ്യം പണി പൂർത്തിയായപ്പോൾ 335 മീറ്റർ ആയിരുന്നു ഇതിൻ്റെ ഉയരം. പിന്നീട് ആന്റിനയും അതിന് മുകളിലോട്ട് പടിക്കെട്ടും സ്ഥാപിച്ചതോടെ ഉയരം 421 മാറുകയായിരുന്നു. എല്ലാ സൗകര്യങ്ങളും സ്ഥാപിച്ചതിനു ശേഷം 1996 ജൂലൈ 23 ഇത് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. അന്ന് പണി പൂർത്തിയാകുമ്പോൾ മലേഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായിരുന്നു ഇത്. പിന്നീട് 3 വർഷത്തിനു ശേഷം വന്ന പെട്രോണാസ് ഇരട്ട ഗോപുരം KL ടവറിൻ്റെ ഉയരത്തെ മറികടക്കുകയായിരുന്നു.
1996 ഒക്ടോബർ 1 ഔദ്യോഗിക ഉദ്ഘാടനം നടന്നത്. വിശിഷ്ടാതിഥികളായി യാങ് ടിങ് പെർത്തോൺ അഗോങ്, തുവാങ്കു ജാഫർ ഇബ്നി അൽ മർഹൂം, തുവാങ്കു അബ്ദുൾ റഹ്മാൻ, രാജ പെർമൈസൂരി അഗോങ് തുവാങ്കു നജിഹ, ബ്രൂണോയ് സുൽത്താൻ്റെ ഭാര്യമാരായ സലാഹ രാജ്ഞി, രാജകുമാരി ഹാജ മറിയം ബിന്തി അബ്ദുൽ അസീസ് എന്നീ പ്രമുഖർ പങ്കെടുത്തിരുന്നു. ഈ ടവറിന് മുകളിൽ ഇത്രയ്ക്കും വിശാലമായ സ്ഥലമുണ്ടെന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇത്രയും വിശാലമായ ഒരിടമുണ്ടെന്നുള്ളത് ആർക്കും ധരിക്കാൻ കഴിയില്ല. പല സ്ഥലത്തും മൈക്രോസ്കോപ്പ് ലെൻസും സ്ഥാപിച്ചിട്ടുണ്ട്. ഇതുവഴി നോക്കുമ്പോൾ ദൂരെയുള്ള വസ്തുക്കൾ വളരെ അടുത്ത് നിൽക്കുന്നതായും നമുക്ക് കാണാൻ കഴിയും. വിവിധ രാജ്യങ്ങളിലെ ഉയരം കൂടിയ ടവറുകളുടെ ലിസ്റ്റാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇറാനിലെ മിലാദ് ടവർ, ചൈനയിലെ തിയാൻജിൻ TV ടവർ, ചൈനയിലെ തന്നെ സെൻട്രൽ റേഡിയോ ടവർ തുടങ്ങിയവയെല്ലാം ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോലാലംപൂരിലെ KL ടവറിൻ്റെ മറ്റൊരു പേരാണ് മെനാറ ടവർ. മെനാറ കോലാലംപൂർ എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. മലേഷ്യൻ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് KL ടവർ. എന്നാൽ 1996 തുറന്നതു മുതൽ ടെലികോം മലേഷ്യയുടെ സംസ്ഥാന നിയന്ത്രണത്തിലുള്ള ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനിയുടെ ഉപസ്ഥാപനമായ മെനാറ കോലാലംപൂർ SDN BHDയുടെ ഇളവിലാണ് ഇത് പ്രവർത്തിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ടവറിനെ മെനാറ ടവർ എന്നും പറയപ്പെടുന്നത്. ഇസ്ലാമിക മാസങ്ങളായ റമദാൻ, ദുൽഹജ്ജ് എന്നിവയുടെ ആരംഭം കുറിക്കുന്ന ചന്ദ്രക്കല നിരീക്ഷിക്കുന്നതിനും ഈ ഗോപുരം ഇസ്ലാമിക ഫലക് നിരീക്ഷണ കേന്ദ്രമായി പ്രവർത്തിക്കുകയാണ്. പൊതുജനങ്ങൾക്കായി തുറന്നിരിക്കുന്ന കോലാലംപൂരിലെ ഏറ്റവും ഉയർന്ന ഒരു വ്യൂ പോയിന്റ് ടവറാണ് KL ടവർ. വേൾഡ് ഫെഡറേഷൻ ഓഫ് ഗ്രേറ്റ് ടവേഴ്സിലെ അംഗമായ കോലാലംപൂരിലെ KL ടവർ വിവിധ പ്രക്ഷേപണ ആവശ്യങ്ങൾക്കായി നിരവധി സംഘടനകൾ ഉപയോഗിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ടെലിവിഷൻ പ്രക്ഷേപണത്തിനായി മാത്രമാണ് ഇത് ഉദ്ദേശിച്ചിരുന്നത്. നിർമ്മാണ സമയത്ത് റേഡിയോ ആന്റിനകൾ കൂടി ഉൾപ്പെടുത്തുകയായിരുന്നു. സ്വകാര്യ വാണിജ്യ സ്റ്റേഷനുകളായ മീഡിയ ടെലികമ്മ്യൂണിക്കേഷനും ബ്രോഡ്കാസ്റ്റിംഗ് മാസ്റ്ററും ടവറിൽ നിന്ന് സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള 7ാമത്തെ ടെലികമ്മ്യൂണിക്കേഷൻ ടവറാണ് KL ടവർ അഥവാ മെനാറ ടവർ. കോലാലംപൂരിൻ്റെ ഒരു ലാൻഡ്മാർക്ക് ഐക്കൺ തന്നെയാണ്. മലേഷ്യൻ സന്ദർശന വേളകളിൽ ആരും ഒഴിവാക്കാത്ത ഒരിടമാണ് KL ടവർ സന്ദർശനം. KL ടവറിൻ്റെ വിശേഷങ്ങൾ ഇനിയും ഒരുപാട് പറയാനുണ്ട്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ.